നീണ്ട 24 മാസങ്ങൾ, അതായത് 2 വർഷം 730 ദിവസങ്ങൾ ഒരു മുറിയിൽ, അടച്ചിട്ട ഒരു മുറിയിൽ കഴിയേണ്ടി വരിക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭയാനകമാണ് ആ അവസ്ഥ. ഇരുട്ടിൽ കഴിയുക എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഇരുട്ട് തന്നെയായിരുന്നു. പ്രകാശമില്ല, രാവേതാണ് പകലേതാണ് എന്നറിയാൻ സാധിക്കില്ല. മഞ്ഞും വെയിലും മഴയും ഒന്നും അറിയാൻ സാധിക്കാതെ 24 മാസങ്ങൾ ഒരാളെ ഒരു മുറിയിൽ പൂട്ടിയിടുക എന്ന് പറഞ്ഞത് എത്ര ക്രൂരവും എത്രമാത്രം ഭയാനകവുമാണതെന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്താൽ നമുക്ക് മനസ്സിലാകും. പൂട്ടിയിട്ടത് മറ്റാരുമല്ല, സ്വന്തം ഭാര്യയെ ഭർത്താവാണ് 24 മാസങ്ങൾ മുറിയിൽ പൂട്ടിയിട്ടത്. ആ പൂട്ടിയിട്ടതിൻ്റെ പിന്നിലെ ചേതോവികാരം 2 എണ്ണമാണ്. ഒന്ന്, ഭർത്താവിൻ്റെ അവിഹിതമായിട്ടുള്ള പ്രവർത്തികളെ ഭാര്യ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ. 2, ഭാര്യയെ അകാരണമായിട്ട് ഭർത്താവ് സംശയിക്കുന്നതിൻ്റെ ആ സംശയ രോഗത്തിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ ഇത്രയും നാളെ 24 മാസങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിടുകയാണ് ഉണ്ടായത്. അത് വെറുതെ നമ്മളൊരു മുറിയിൽ സുഖവാസത്തിന് പൂട്ടിയിടുകയല്ലല്ലോ ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമില്ല, മറ്റുള്ള യാതൊരുമില്ല, ആരോടും സംസാരിക്കാൻ സാധിക്കുകയില്ല, യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഭൂമിയിൽ നടക്കുന്ന യാതൊരു വിവരങ്ങളും അറിയാൻ സാധിക്കാത്ത 24 മാസങ്ങൾ ഒരു കാരാഗൃഹത്തിൽ പോലും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഈവൻ ഒരാളെ ജയിലിൽ അടച്ചാൽ പോലും നമുക്ക് വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. നമുക്ക് കാറ്റും വെളിച്ചവും മഞ്ഞും മഴയും വെയിലുമൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് അങ്ങനെയൊന്നുമല്ലാതെ നീണ്ട 24 മാസങ്ങളാണ് ഈ ക്രൂരനായ ഭർത്താവ് ഈ ഭാര്യനെ മുറിയിൽ അടച്ചിട്ടത്. അപ്പോൾ ഇത്രയും നാൾ അവരെങ്ങനെ സർവൈവ് ചെയ്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, നാമമാത്രമായ ഭക്ഷണം മാത്രം എല്ലാ ദിവസവും ഒരു നേരം നൽകുമായിരുന്നു. അത് വളരെ ചിലപ്പോൾ 3 ബിസ്ക്കറ്റ് 4 ബിസ്ക്കറ്റ്, ഒരു കഷ്ണം ബ്രെഡ്, ഒരു ബന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വെള്ളം പോലും കുടിക്കില്ല. കാരണം ഇത് കതകിൻ്റെ വിടവിൽ, ചെറിയ വിടവിലൂടെയാണ് ഇത് കൊടുക്കുന്നത്. വെള്ളം കുടിക്കുവാനൊക്കെയാണ് ഗ്ലാസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ ആ മുറിയിൽ ബാത്റൂമും മറ്റും ഉള്ളതുകൊണ്ട് അതിൽ വെള്ളമുണ്ട്. ആ പൈപ്പിലെ വെള്ളം കുടിച്ച് വേണം ഈ 2 ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു കഷ്ണം റൊട്ടിയോ ഒരു ബന്നും കൊടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്? എത്രയും വേഗം മരണപ്പെട്ടു പോകുവാനായിട്ട്. പക്ഷേ ഈ ഭാര്യ മരിച്ചില്ല. അവർ 24 മാസം മരിക്കാതെ കിടന്നിട്ട് വളരെ അത്ഭുതാവഹമായിട്ടാണ് 24 മാസത്തിന് ശേഷം, അതായത് 2 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിൻ്റെ തടവറയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാനായിട്ട് ശ്രമിക്കുക. നമസ്തേ.